Good afternoon to all. Good afternoon. Yeah, good afternoon. Okay, start here, Namkaram. So let's start with prayer, Tajapsri and signing. Okay? Prayer ഞാനാണ് മാം. Yeah, okay. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. കാണിക്ക വെച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോക സമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ വിജ്ഞാനദീപം നിറകാതിത്തൂവാൻ കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. കാരുണ്യ സിന്ധോ നമിക്കുന്നു ഞങ്ങൾ. താങ്ക് യു. Okay, then Tajapsri and signing. Hi ma'am, good afternoon. Thought of the day ഞാനാണ്. If you fail, never give up because fail means first attempt in learning. APJ Abdul Kalam. Okay, then next. Signing ഞാനാണ് മാം. Good afternoon ma'am and my dear friends. Today I am going to tell how to help kindergarten children learn a story. Engaging storytelling techniques. First one, read aloud with emotion. Bring characters to life by using different voices and expressions when reading aloud, making the story more exciting and memorable. Second one, use visual aids. Utilize pictures, props to help children visualize the story and engage with the characters and events. Third one, interactive storytelling. Involves children in the reading process by having them point to words, turn pages, or predict what will happen next. Retelling story. Encourage children to retell the story using their own words, helping them build confidence and language skills. Fifth one, discuss the story. Ask open-ended questions about the story to encourage comprehension and critical thinking. Last one, report the story. Read the same story multiple times as repetition help with comprehension and memorization. Thank you. Okay. Sujita. So start here, Namka. Okay? Clear? എല്ലാവരും ആക്റ്റീവ് ആണോ? Okay ആണോ? Yes. Okay ആണ്. Yeah. എന്തൊക്കെയുണ്ട് വിശേഷം? ക്ലാസ് കാണോ? ക്ലാസ് എങ്ങനെ പോകുന്നു? സ്റ്റഡീസ് എങ്ങനെ പോകുന്നു? സ്റ്റഡി ക്ലാസ്സസ് കുഴപ്പമില്ല. കുഴപ്പമില്ല. അതിൽ എന്തൊരു കുഴപ്പമുണ്ടല്ലോ. ഇത് ഇന്ന് ഭയങ്കര ക്ഷീണം, ഭയങ്കര ഉറക്കം തോന്നുന്നു. ഭയങ്കര ഉറക്കം വരുന്നു. ഉറക്കം വരുന്നുണ്ടോ? കൊള്ളാം. ക്ലാസ്സിലേക്ക് കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നുണ്ടോ? എന്താണ് ഉറക്കം വരാൻ കാരണം? എന്താണ്? ബോറടിച്ചു തുടങ്ങിയോ? ഇല്ലില്ല, ഈ ജ്യേഷ്ഠത്തിയുടെ കാലമൊക്കെ അപ്പൊ ഇവിടുത്തെ ജോലിയും അവിടെയും പോയി ജോലിയൊക്കെ ചെയ്തോണ്ട് ആഘോഷത്തെ. പിന്നെ എന്താണ് ഇപ്പൊ ടൈമിന്റെ ആണോ? നമുക്ക് ടൈമാണോ? അല്ലല്ല, അത് എനിക്കിന്ന് ഇവിടുത്തെ ജോലിയായിട്ട് ജ്യേഷ്ഠത്തി വീണ് കാലൊക്കെ ഒന്ന് കുഴവറ്റിയിരിക്കുക. അപ്പൊ അവിടെയും പോയി ജോലി ചെയ്ത് ഇവിടുത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ആകപ്പാടെ എനിക്ക് ക്ഷീണായി. അല്ലാതെ നിങ്ങൾക്ക് ടൈം ഇഷ്യൂസ് ഉണ്ടോ? ഈ ടൈം കംഫർട്ടബിൾ അല്ല എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുഴപ്പമില്ല കുഴപ്പമില്ല. ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല മാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രോണൗൺ ആണ് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? പ്രോണൗൺ ഏകദേശം ഒരു 8 ടൈപ്സ് ഓഫ് പ്രോണൗൺസ് നമ്മൾ ഡിസ്കസ് ചെയ്തു ക്ലാസ്സിൽ.
ഓക്കെ, ക്ലിയർ ആണോ? അത് പറഞ്ഞ 8 types of pronouns നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ ആണോ? റിവൈൻഡ് ചെയ്യണോ? ജസ്റ്റ് ഒന്ന് റിവൈൻഡ് ചെയ്യാം. റിവൈൻഡ് ചെയ്തതിനു ശേഷം നമുക്ക് അടുത്തൊരു പ്രൊണൗണിലേക്ക് പോവാം. ഓക്കെ ആണോ? ഓക്കെ. ഓക്കെ, ഇപ്പൊ ഒരാളെ റിവൈൻഡ് ചെയ്യൂ. ഞാൻ ചെയ്യില്ല, ഒരാൾ ചെയ്യും. കഴിഞ്ഞ ക്ലാസ്സിൽ റിവൈൻഡ് ചെയ്തായിരുന്നു മാം കുറച്ചു പേര്. ചെയ്തായിരുന്നു. അതിനോ ഇതും ചെയ്യണോ വേണ്ടിയോ എന്നാണ് ചോദിച്ചത്. ചെയ്യണോ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ആരൊന്നും മറന്നിട്ടില്ലല്ലോ. നമ്മൾ റിവൈൻഡ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് കേട്ടോ. മറന്നുപോയി പോയിന്റ് ഓർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാ ക്ലാസ്സിലും റിവിഷൻ പോലെ ചെയ്തിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് നിങ്ങൾ പറയുന്ന പോലെ ഞാൻ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകും. എന്ത് വേണം? റിവൈൻഡ് ചെയ്യണോ അല്ലെങ്കിൽ വേറെ ടോപ്പിക്കിൽ പോകണോ? ഒപ്പീനിയൻ നിങ്ങളാണ് പറയേണ്ടത്. ടീച്ചേഴ്സ് കുറച്ച് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ അല്ല ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്, സ്റ്റുഡൻസ് എന്റേതാണ്. ഓക്കെ, നെക്സ്റ്റ് എല്ലാ പ്രോനൗൺസും ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ഇനിയിപ്പോ ക്ലാസ്സിൽ കയറാത്തവർക്കാണല്ലോ ഒന്ന് മനസ്സിലാവുമല്ലോ. അതെ, ഇപ്പൊ പണി എനിക്കാണല്ലേ, ഞാൻ പറയാൻ. ഓക്കെ, ഫസ്റ്റ് വൺ പേഴ്സണൽ പ്രോണൗൺ ആണ്. പേഴ്സണൽ പ്രോണൗണിൽ മെയിൻ ആയിട്ട് വരുന്നത് സബ്ജക്ട് വൈസ് ആണ് കേട്ടോ. നമ്മള് ഞാൻ, ഞങ്ങൾ, നീ, നിങ്ങൾ എന്നൊക്കെ പറഞ്ഞ സബ്ജക്ട് വൈസ് ആണ് പേഴ്സണൽ പ്രോണൗണിൽ വരാറ്. എല്ലാ പ്രോണൗൺസിനും ഓരോ കീവേഡ്സ് ഉണ്ട്. ആ കീവേഡ്സ് പഠിച്ചാൽ മാത്രം മതി. ഏതൊക്കെ പ്രോണൗൺസ് ആണ്, എങ്ങനെയൊക്കെയാണ്, അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാമെന്നുള്ളതെല്ലാം കീവേഡ്സ് പഠിച്ചാൽ ഓക്കെയാണ്. ഓക്കെ, ദെൻ എംപാറ്റിക് പ്രോണൗൺ ആണ്. എംപാറ്റിക് പ്രോണൗണിലുള്ള കീവേഡ്സ് മൈസെൽഫ്, അവർസെൽഫ്, യുവർസെൽഫ്, ഹിംസെൽഫ്, ഹെർസെൽഫ് ഇതൊക്കെയാണ് കേട്ടോ. സോ രണ്ടും റിഫ്ലെക്സീവിലും എംപാറ്റിക്കിലും ഉള്ള കീവേഡ്സ് രണ്ടും സെയിം ആണ്. സോ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഒരു സിമ്പിൾ ട്രിക്ക് എന്ന് പറയുന്നത്, എംപാറ്റിക് പ്രോണൗൺ നമ്മൾ യൂസ് ചെയ്യുന്നത്, കീവേഡ് യൂസ് ചെയ്യുന്നത് നൗണിനോ പ്രോനൗണിനോ ശേഷമായിരിക്കും. അതാണ് എംപാറ്റിക് പ്രോണൗൺ. റിഫ്ലെക്സീവ് പ്രോണൗൺ അങ്ങനെയല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്നത്രേ ഉള്ളൂ. നൗണിനോ പ്രോനൗണിന് ശേഷം യൂസ് ചെയ്യുന്ന കീവേഡ്, ആ കീവേഡ് ഉള്ളത് എംപാറ്റിക് പ്രോണൗണിലായിരിക്കും. അഥവാ അങ്ങനെ അല്ലാത്ത കീവേഡ് വരികയാണെങ്കിൽ അത് റിഫ്ലെക്സീവ് പ്രോണൗൺ ആണെന്ന് മനസ്സിലാക്കാം. സിമ്പിൾ ചെയ്യും. ബാക്കി എല്ലാ പ്രോണൗൺസും കീവേഡ് വെച്ചിട്ട് ഐഡന്റിഫൈ ചെയ്യാം. സിമ്പിൾ ആണ്. കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത് എംപാറ്റിക്കും റിഫ്ലെക്സീവുമാണ് കേട്ടോ. അത് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം എന്നുള്ളത് ഞാൻ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. ദെൻ ഇൻഡിഫിനൈറ്റ് പ്രോണൗൺ, അത് എവരിബഡി, സംബഡി, സംവൺ, നത്തിങ് എന്നൊക്കെ പറയുന്ന കുറച്ച് കീവേഡ്സ് ഉണ്ട്. അതൊക്കെ സെൻറ്റൻസിൽ വരുന്നുണ്ടെങ്കിൽ അത് ഡിഫിനൈറ്റ് പ്രോണൗൺ ആണ്. ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ, അതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഈച്ച്, ഐദർ, നൈദർ എന്ന് പറയുന്ന വേർഡ്സ് സെൻറ്റൻസിൽ വരുന്നുണ്ടെങ്കിൽ അത് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോണൗൺ. ദെൻ ദിസ്, ദാറ്റ്, ദോസ്, ദീസ് ഇതൊക്കെ വരുന്നുണ്ടെങ്കിൽ അത് ഡെമോൺസ്ട്രേറ്റീവ് പ്രോണൗൺ. ദെൻ ഹൂ, വിച്ച്, ദാറ്റ് WH ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടെങ്കിൽ അത് ഇന്റർഗേറ്റീവ് പ്രോണൗൺ ആണ്. അതൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും കേട്ടോ. ഇന്റർഗേറ്റീവ് പ്രോണൗണിൽ വരുന്ന സെന്റൻസ് ക്വസ്റ്റ്യൻ സെന്റൻസ് ആയിരിക്കും. അത് ഇന്റർഗേറ്റീവ് പ്രോണൗൺ ആണ്. Then reciprocal pronoun, each, other, one, another എന്ന് പറയുന്ന രണ്ട് വേർഡ്സ് സെൻസിൽ വരുന്നുണ്ടെങ്കിൽ അത് reciprocal pronoun ആണ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയാന്ന് പറഞ്ഞ ഒരു പ്രോണൗൺ ആണ്. റിലേറ്റീവ് പ്രോണൗൺ. കുറച്ച് ടഫ് ആണ്, പക്ഷെ പഠിച്ചാൽ ഏറ്റവും സിമ്പിളും ആണ് കേട്ടോ. Relative pronoun. Relative pronoun വരുന്ന keywords who, whose, which, that ഇതൊക്കെയാണ് relative pronoun വരുന്ന keywords കേട്ടോ. എങ്ങനെയൊക്കെയാണ് വരാന്ന് വെച്ചാല്, okay, he, who, whom, that. Who, whom, that. അപ്പോ നമുക്ക് who, whom എന്നുള്ളത് നമ്മുടെ ഹ്യൂമൻ ബീങ്സ് അല്ല, പേഴ്സൺസിനെ സൂചിപ്പിക്കുന്നതാണ്. ആരാണ്, ആരുടെയാണ് അല്ലെ. who, whom, whose ഇത് മൂന്നും വരും കേട്ടോ. who, whom, whose. who ആര്, whom ആരെ, whose ആരുടെ.
എന്നാണ് മീനിങ് വരാം. ഇത് ഈ മൂന്ന് വേർഡും വരുന്നത് ഒരു പേഴ്സണെ സൂചിപ്പിക്കാനായിരിക്കും, ഒരു ഹ്യൂമൻ ബീയിങ്സ് ആയിരിക്കും. മനസ്സിലായോ? അല്ലാതെ ഒരു അനിമൽസിന്റെ കാര്യം പറഞ്ഞത് അത് ആരാണ് നമ്മൾ ചോദിക്കോ? ഇല്ല അല്ലെ? ഒരു മനുഷ്യന്റെ കാര്യം പറയുമ്പോഴാണ് ആരാണെന്നുള്ള ചോദ്യം വരാം. ഞാൻ അവളെ കണ്ടു എന്ന് പറയുമ്പോ ഐ met him, ഞാൻ അവരെ കണ്ടു. ക്വസ്റ്റ്യൻ ചോദിക്കാം, ആരെ? അല്ലെ? ഇതൊക്കെ നമ്മൾ ചോദിക്കുന്നത് ഒരു പേഴ്സൺ ആയതുകൊണ്ടാണ്. സപ്പോസ് ഒരു അനിമൽ ആണെങ്കിലോ, ഞാനൊരു ചോദിക്കും, ആരും ചോദിക്കോ? ആരുടെയും ചോദിക്കോ? ഇല്ല അല്ലെ? അതൊരു അനിമൽ ആണ്. ഏതാണെന്ന് ചോദിക്കാം, എന്താണെന്ന് ചോദിക്കാം, അല്ലെ? അതാണോ അല്ലെ ഏതാണ് എന്ന് ചോദിക്കാം. ക്ലിയർ? അപ്പോ ഈ പറയുന്ന who, whose, then sometimes that വരും കേട്ടോ. sometimes that നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതെല്ലാം യൂസ് ചെയ്യുന്ന people, പേഴ്സൺസിന് വേണ്ടിയാണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ നോക്കിയേ, this is the lady who or that helped me. മനസ്സിലായോ? ഈ ലേഡിയാണ് എന്നെ സഹായിച്ചത് എന്നാണ് പറയുന്നത്. അപ്പോ ദാറ്റ് അങ്ങനെ അധികം വരാറില്ല. പക്ഷെ മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കേണ്ടത് ഹൂ, ഹൂം, ഹൂസ് ആണ്. ഈ മൂന്നെണ്ണം നമ്മൾക്ക് പേഴ്സണെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ, ആ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു റിലേറ്റീവ് പ്രോണൗൺ ആണ്. ദാറ്റ് അങ്ങനെ ഹ്യൂമൻ ബീങ്സിന് വേണ്ടി അങ്ങനെ ക്വസ്റ്റ്യൻസ്, എക്സാമിന് വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് അങ്ങനെ വരാറില്ല കേട്ടോ. ഓക്കെ, ഫോക്കസ് ചെയ്യേണ്ടത് ഹൂ, ഹൂം, ഹൂസ്. So this is the lady dash helped me. അപ്പൊ എന്ത് വേണം? ആ ഡാഷിന്റെ അവിടെ നിങ്ങൾ എന്താണ് ചെയ്യണം? Who. This is the lady helped me. അതായത് ഈ ലേഡിയാണ് എന്നെ ഹെൽപ്പ് ചെയ്തത്. ആര് എന്നുള്ളൊരു ചോദ്യം ഓട്ടോമാറ്റിക് ആയിട്ട് വരും അല്ലെ? അപ്പോ നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത് ഈ ഹൂ എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോണൗൺ ആണ്. Then these are the people dash bought the house. അവരാണ് ഈ വീട് വാങ്ങിയത്. അപ്പോൾ നമ്മൾ ചോദിക്കാം ആര്? Who. Then she is the girl I helped yesterday. അവളെയാണ് ഞാൻ ഇന്നലെ ഹെൽപ്പ് ചെയ്തത്. നിങ്ങൾ എന്ത് ചോദിക്കും? ആരെ അല്ലെ? Who. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? മിസ്, അപ്പൊ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പം ഈ ഇൻട്രോഗേറ്റീവ് പ്രോനൗൺസിന്റെ അകത്ത് ഈ ക്വസ്റ്റ്യൻസ് അല്ലേ വന്നെ, അതിനകത്ത് ഈ ഹൂം, ഹൂസ് അതൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അത് രണ്ടും എങ്ങനെയാ നമുക്ക് തിരിച്ചറിയണേ? അത് ക്വസ്റ്റ്യൻ ആയിരിക്കും. വാട്ട് ആർ യു ഡൂയിങ്? ക്വസ്റ്റ്യൻ അല്ലേ അത്? സ്റ്റേറ്റ്മെന്റ് ആണോ? അപ്പൊ ഇതില് സ്റ്റേറ്റ്മെന്റ് മാത്രമേ വരുള്ളൂ. ഇന്റർഗേറ്റീവ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരാം, ബാക്കി എല്ലാത്തിനും സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും വരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതുമല്ല റിലേറ്റീവ് പ്രോണൗൺ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഡാഷ് ആയിരിക്കും, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിരിക്കും വരാം. ഇങ്ങനെ മനസ്സിലാക്കൂ. പേഴ്സണെ പറയുമ്പോ നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് ഹൂ, ഹൂം, ഹൂസ് ആണ്. ഇനി അതൊരു അനിമൽസോ തിങ്സോ എന്തോ ആവട്ടെ, അതിനെ സൂചിപ്പിക്കുമ്പോൾ വരേണ്ടത് വിച്ച് ഓർ ദാറ്റ് ആണ്. അത് മനസ്സിലാക്കിയാൽ മതി. ഇത്രയും ഈ രണ്ട് കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, the girl dash helped me is your sister. ഇവിടെ എക്സാമിന് വരുമ്പോ ഇവിടെ ഡാഷ് മാത്രമായിരിക്കും കേട്ടോ. ഇതിൽ കുറച്ച് ഓപ്ഷൻസ് തരും. ഹൂ, ഹൂം, ഹൂസ്, ദാറ്റ് എന്നൊക്കെ പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് തരും. നിങ്ങൾ ഏതാണോ കറക്റ്റ് ആൻസർ അത് നോട്ട് ചെയ്യാം, ചെക്ക് ചെയ്യാം, ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാം. ഈ റിലേറ്റീവ് പ്രോണൗൺ എന്ന് പറയുന്ന ആ പോർഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ എങ്ങനെയാണ് അവിടെ ഹൂ ആണോ, ഹൂം ആണോ, ഹൂസ് ആണോ വരാ എന്നൊരു ഡൗട്ട് വരുന്നുണ്ടോ നിങ്ങൾക്ക്? മാം ഒന്നുകൂടെ പറയാമോ? ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതായത് the students dash we admitted last week are brilliant one. The students dash we admitted last week. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അഡ്മിറ്റ് ചെയ്ത സ്റ്റുഡൻസ് അവര് ബ്രില്യൻസ് ആണ്. പക്ഷെ ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് ആണ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച അഡ്മിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോ നമുക്ക് അവിടെ
ഒരു റിലേറ്റീവ് പ്രോണൗൺ ആഡ് ചെയ്യണം അല്ലെ? ഞാനിപ്പോ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നമ്മൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച അഡ്മിറ്റ് ചെയ്ത് സ്റ്റുഡൻസ് ബ്രില്യൻസ് ആണ്. നമ്മളിപ്പോ എന്ത് ചോദിക്കും? നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാൻ വേണ്ടിയുള്ള സിമ്പിൾ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. ആ ഒരു ബ്ലാങ്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യണ്ടേ? അപ്പോ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഡൗട്ട് വരും. അത് ഹൂ ആണോ ഹൂസ് ആണോ ഹൂം ആണോ ആഡ് ചെയ്യാൻ ഡൗട്ട് വരും. ഓക്കെ, അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. ഡാഷ് ഒഴികെയുള്ള ആ ഒരു സെന്റൻസ് വായിച്ചു നോക്കിയിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കാം. അതിന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യം വരും. നിങ്ങൾക്ക് ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ അവിടെ വരും. അതായിരിക്കും അതിന്റെ റിലേറ്റീവ് പ്രോണൗൺ. അങ്ങനെ മനസ്സിലാക്കും. അതാണ് ഏറ്റവും സിമ്പിൾ വേ. ഓക്കെ, ക്ലിയർ ആയോ ഇപ്പോ? Waikem Muhammad Bashir dash will love and respect has suffered too much in his life. ഇതിന്റെ മീനിങ് എന്താണ്? വൈക്കം മുഹമ്മദ് ബഷീറിനെ ഞങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അല്ലേ? എനിക്ക് തന്നെയാണോ അറിയില്ല, മിസ്സിന്റെ സൗണ്ട് കുറച്ച് കുറവ്, ചെറിയ സൗണ്ട് ആയിട്ടാ കേൾക്കുന്നേ. എല്ലാവർക്കും അങ്ങനെയാണോന്ന് അറിയില്ല, എനിക്ക് എങ്ങനെയാ കേൾക്കുന്നത്? ആണോ? സൗണ്ട് കുറവാണോ? എല്ലാവർക്കും അങ്ങനെ തന്നെയാണോ? സൗണ്ട് കുറവാണോ? കുറവാണ് മിസ്സേ. കുറവാണോ? സൗണ്ട് ഉണ്ട്, ക്ലിയർ ആവണില്ല. ക്ലിയർ ആവുന്നില്ല. സൗണ്ട് ഉണ്ട്, സൗണ്ട് ഉണ്ട്, ക്ലിയർ ആവുന്നില്ല. ഇല്ല, അത് അങ്ങോട്ട് ഒരു മുഴക്കം പോലെ വരുന്നുണ്ട്. ആണോ? ഹലോ, ക്ലിയർ ആണോ സൗണ്ട്? സൗണ്ട് ഇപ്പൊ ക്ലിയർ ആണോ? കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഓക്കെ ആണോ? ക്ലിയർ ഇല്ലേ ഇപ്പോ? ഇപ്പൊ ഓക്കെ. അപ്പൊ റിലേറ്റീവ് പ്രോണൗൺ എന്താന്ന് മനസ്സിലായോ? എങ്ങനെയാണത്? ആ ഒരു ബ്ലാങ്ക് അത് ഫില്ല് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് മനസ്സിലായോ? കൺഫ്യൂഷൻ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇപ്പോ this is a woman dash husband was arrested yesterday. ഡാഷ് അവിടെ കിടന്നോട്ടെ കേട്ടോ, അത് മൈൻഡ് ചെയ്യണ്ട. അവിടുത്തെ സൗണ്ട് പോയി, ഒട്ടും കേൾക്കുന്നില്ല. ഇല്ല, നേരെ ഉണ്ട്. ക്ലിയർ ആണോ? നിങ്ങളൊന്ന് ടെക്സ്റ്റ് ചെയ്തേ, ക്ലിയർ ആണോ സൗണ്ട്? ക്ലിയർ ആണ്. ഓക്കെ, നിങ്ങള് നിങ്ങളുടെ അവിടുത്തെ റേഞ്ച് ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ ഓക്കെ ആണ്, അങ്ങനെ കംപ്ലൈന്റ് ഒന്നുമില്ല.
റേഞ്ച് ഒന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലീവ് ചെയ്തിട്ട് ജോയിൻ ചെയ്യാൻ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോ ഈ സെന്റൻസ് നോക്കുക. ദിസ് ഇസ് ദ വുമൻ ഡാഷ് ഹസ്ബൻഡ് വാസ് അറസ്റ്റഡ് യെസ്റ്റർഡേ. ആ ഡാഷ് അവിടെ തന്നെ കിടക്കട്ടെ, നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ബാക്കി സെന്റൻസിന്റെ മീനിങ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. നോക്കി, ദിസ് ഇസ് ദ വുമൻ ഡാഷ് ഹസ്ബൻഡ് വാസ് അറസ്റ്റഡ് യെസ്റ്റർഡേ എന്ന് പറയുമ്പോ മീനിങ് എന്താണ്? ഇവിടെ റിലേറ്റീവ് പ്രോണൗൺ ക്വസ്റ്റ്യൻ വരുമ്പോ നിങ്ങൾക്ക് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെന്റൻസിന്റെ മീനിങ് ഐഡന്റിഫൈ ചെയ്യുക, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ റിലേറ്റീവ് പ്രോണൗൺ എന്താണെന്ന് അവിടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ പറ്റൂ. മീനിങ് അറിയാതെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? മീനിങ് അറിയാൻ പറ്റുന്നുണ്ടോ? ഉണ്ട് മാം. Yeah, this is the woman dash husband was arrested yesterday. ഈ വുമണിന്റെ ഹസ്ബൻഡിനെയാണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് എന്നാണ് ആ സെന്റൻസിന്റെ മീനിങ്. ചോദിക്കാൻ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഇതിൽ മൂന്നെണ്ണത്തിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നുണ്ടോ? ഏതെങ്കിലും വേർഡ് ചോദിക്കാൻ പറ്റുന്നുണ്ടോ? ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ പറ്റുന്നുണ്ടോ? ഈ എന്തോ ആരുടെയാണ് എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാം. ആരുടെ ചോദിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതാണ് അതിന്റെ റിലേറ്റീവ് പ്രോണൗൺ. മനസ്സിലായോ? ആരുടെ ഹസ്ബൻഡിന്റെ ആണ് ഇന്നലെ അറസ്റ്റ് ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചോദിക്കാൻ പറ്റുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുന്നുണ്ട് അല്ലെ. അപ്പൊ ആരുടെ എന്നൊരു റിലേറ്റീവ് പ്രോണൗൺ ആണ് നമ്മൾ അവിടെ ആഡ് ചെയ്യേണ്ടത്. മനസ്സിലായോ ഇപ്പോ? ഇത് കൺഫ്യൂസിംഗ് ആവുന്നത് അത് ഹ്യൂമൻ ബീങ്സ് പേഴ്സണെ ചോദിക്കുമ്പോഴാണ്, പേഴ്സണെ ബേസ് ചെയ്തിട്ടുള്ള സെന്റൻസ് വരുമ്പോഴാണ് കൺഫ്യൂഷൻ വരാം. അതായത് ഇത് മൂന്നും വരുന്നത് ഹ്യൂമൻ ബീങ്സിനെ ബേസ് ചെയ്തിട്ടുള്ള സെന്റൻസ് വരുമ്പോഴാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞു വിച്ച് ഓർ ദാറ്റ്. വിച്ച് ഓർ ദാറ്റ് വരുന്നത് അനിമൽസിനെയോ തിങ്സിനെയോ ഫോക്കസ് ചെയ്യപ്പോഴാണ് കേട്ടോ. എക്സാമ്പിള്, the saree dash I purchased last week. ഈ സാരിയാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പർച്ചേസ് ചെയ്തത്. നിങ്ങൾക്ക് അവിടെ എന്ത് ആഡ് ചെയ്യാൻ പറ്റും? വിച്ച് ഓർ ദാറ്റ്. വിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ദാറ്റ് അവിടെ ആഡ് ചെയ്യാം. ആ ഡാഷിന്റെ അവിടെ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യൂ. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതെ വിച്ച് ആണോ മാം അവിടെ? എന്തോ അവിടെ വിച്ച് ആണോ? വിച്ച് അല്ലെങ്കിൽ ദാറ്റ്, വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സെന്റൻസ് നിങ്ങൾക്ക് റിലേറ്റീവ് പ്രോണൗണിന് ക്വസ്റ്റ്യൻ വന്നു എന്ന് വിചാരിക്കും. ക്വസ്റ്റ്യൻ വന്നാൽ ക്വസ്റ്റ്യൻ വായിക്കാം. ആ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ഒരു മനുഷ്യനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും കുറിച്ചിട്ടാണ്, ജീവനുള്ള ആരെങ്കിലും കുറിച്ച്, അതായത് ഹ്യൂമൻ ബീങ്സ് ആണ്, ഹ്യൂമൻ ബീങ്സിനെ കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന റിലേറ്റീവ് പ്രോണൗൺ ഹൂ അല്ലെങ്കിൽ ഹൂം അല്ലെങ്കിൽ ഹൂസ് ആയിരിക്കും. ഇനി അഥവാ അതൊരു വസ്തുവോ അല്ലെങ്കിൽ ഒരു അനിമലോ ആയിരിക്കാം, അതിനെ കുറിച്ചിട്ടാണ് ആ സെന്റൻസിൽ പറയുന്നതെങ്കിൽ ഇവിടെ വരുന്ന റിലേറ്റീവ് പ്രോണൗൺ വിച്ച് അല്ലെങ്കിൽ ദാറ്റ് ആയിരിക്കും. ക്ലിയർ ആയോ? ഇങ്ങനെ പഠിക്കുക, സിമ്പിൾ ആണ്. ഇനി കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടോ. പക്ഷെ നിങ്ങൾ ടെക്സ്റ്റുള്ള എക്സസൈസ് പറയുകയാണെങ്കിൽ കുറച്ച് കൺഫ്യൂസ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കിയേ, മനസ്സിലായിടത്തോളം നിങ്ങളൊന്ന് നോക്കിയേ. Which is the name of the boy dash won first prize in the speech competition? Who ആണ് മാം? Yeah. Who won first prize in the speech competition? Who ആണ് വരാം. Abraham Lincoln വേണ്ട, അത് കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. Next, the book dash you gave me is somehow lost. That or which or that യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇപ്പോ ഓപ്ഷൻ, ഇപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ചു, the book dash you gave me is somehow lost എന്നൊരു ക്വസ്റ്റ്യൻ പറഞ്ഞു. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ which, who, whom,
whose ആണുള്ളതെങ്കിൽ നിങ്ങൾ ഏത് ഓപ്ഷൻ ആഡ് ചെയ്യും? Which? which. ഇനി വിച്ചിന് പകരം അവിടെ ദാറ്റ് ആണ്. ദാറ്റ്, who, whose, whom ആണ്. ഈ 4 ഓപ്ഷൻസ് ആണുള്ളതെങ്കിൽ നിങ്ങൾ ഏത് ആൻസർ ചെയ്തു? That. ഇങ്ങനെയാണ്. അപ്പൊ എന്ത് ഒരു തിങ്കോ അനിമലോ വന്നാല് നമുക്ക് വിച്ച് അല്ലെങ്കിൽ ദാറ്റ് യൂസ് ചെയ്യാം. അത് ഓപ്ഷൻ ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് ആൻസർ ചെയ്യാൻ നോക്കാം. വിച്ചും ദാറ്റും ഒരുമിച്ച് ഓപ്ഷനിൽ വരില്ല. ഓക്കെ, ആ ഒരു കൺഫ്യൂഷന് വേണ്ട. ക്ലിയർ ആയില്ലേ? Clear ആണ് മിസ്. Next, the Oxford English Dictionary is the best dictionary dash you can study. That. That. We show that. This is the woman dash car was stolen last night. Whose? Whose. Yeah. This is the woman's car was stolen last night. ആ വുമന്റെ കാറാണെന്നല്ലേ രാത്രി മോഷ്ടിക്കപ്പെട്ടത്. നമ്മൾ ചോദിക്കുന്ന ചോദ്യം ആരുടെ കാർ. So we can use and whose. The relative pronoun whose. Next, the 2 girls dash I met your brother were doctors. whom അല്ലേ നോ? രണ്ട് ഗേൾസ് ഇപ്പൊ ഐ മെറ്റ് നിന്റെ ബ്രദറിന്റെ കൂടെ ഞാൻ 2 ഗേൾസിനെ മെറ്റ് ചെയ്തു, അവര് ഡോക്ടേഴ്സ് ആണ് എന്നാ പറയുന്നത്. അപ്പൊ who ആണ് ട്ടോ. The 2 girls who I met with your brother were doctors. Who ആണ്? ആര് എന്നൊരു ചോദ്യം വരും. Then have you got anything dash belongs to me? എന്താണ് വരാ? എനിക്ക് ക്ലിയർ അല്ല വോയിസ്. ഇത് ആർക്കാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണോ? വോയിസ് ക്ലിയർ ആണോ? ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. എല്ലാവരും ക്ലാസ്സിലുള്ളവരൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്തേ. ക്ലിയർ ആണെങ്കിൽ ക്ലിയർ ആണെന്ന് പറയൂ, അല്ലെങ്കിൽ അല്ലെന്ന് പറയൂ. Clear ആണ്. Clear ആണ്. ഇടയ്ക്ക് അങ്ങനെ വരുന്നുണ്ട് മിസ്, ഇടയ്ക്ക്. ആണോ? ഇതുവരെ ആരെങ്കിലും പറഞ്ഞില്ല കേട്ടോ. ഇത് ക്ലാസ് കഴിഞ്ഞതാണ്. ഹൂസ് അതൊക്കെ പറയുമ്പോഴേ അത് ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് കേൾക്കണമായിരുന്നു. ഓക്കെ, ഇനിയും ഒട്ടും കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലെങ്കിൽ പറയൂ കേട്ടോ. അപ്പൊ റിലേറ്റീവ് പ്രോണോൺ ക്ലിയർ ആയോ നിങ്ങൾക്ക്? എങ്ങനെയാണത് ആഡ് ചെയ്യേണ്ടത്? എന്താണ് റിലേറ്റീവ് പ്രോണോൺ നിങ്ങൾക്ക് മനസ്സിലായോ? Okay, miss. മനസ്സിലായി? Yes. നമുക്ക് കുറച്ച് ഇപ്പൊ പ്രോണോണിനെ ബേസ് ചെയ്തിട്ട് കുറച്ച് എക്സസൈസ് ചെയ്യും. ചെയ്യുമ്പോൾ കുറച്ച് ക്ലിയർ ആവും. ഓക്കെ, സ്ക്രീനിലോട്ട് നോക്കാം കേട്ടോ. സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കാം. Rama and Dash were present. Me. Me. I. മലയാളം പറഞ്ഞു. ഞാനും രമ ആൻഡ് ഞാൻ, രമയുടെ കൂടെ ഞാനും. Mine. And me or mine.
എല്ലാവരും ആൻസർ ടെക്സ്റ്റ് ചെയ്തേ. എല്ലാവരും നിങ്ങൾക്ക് തോന്നിയ ആൻസർ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യും. ടെക്സ്റ്റ് ചെയ്യൂ എല്ലാവരും. ആരൊക്കെ ഏതൊക്കെ ആൻസർ പറയുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ ടെക്സ്റ്റ് ചെയ്യാൻ പറയുന്നത്. സജിത ബി പറയുന്നു. Then okay, Rema and I were present. രമയും ഞാൻ പ്രസന്റ് ആണ്, ആയിരുന്നു എന്നാ പറയുന്നത് കേട്ടോ. ഞാനാണ്, ഐ ആണ് അവിടെ വരാം, മീ അല്ല. രമയും എന്നെയും എന്നല്ലല്ലോ പറഞ്ഞേ, ആണോ? ഞാനെന്നാ പറഞ്ഞത്. ഞാനെന്ന് പറയുമ്പോ ഐ ആണ്, മീ എന്നെയാണ്, മൈൻ എന്റെയാണ്, അവർ ഞങ്ങളുടെയാണ്. ഓക്കെ, അപ്പൊ ഐ ആണ് ആൻസർ. രമ ആൻഡ് ഐ. നെക്സ്റ്റ്, ഐ ബ്ലെയിം ഡാഷ് ഫോർ എനി എറേഴ്സ് ഓൺ ദിസ് വെബ്സൈറ്റ്. myself. Text you to text your answer. എല്ലാവരും ആൻസർ പറയൂ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ ഓരോ എക്സസൈസ് ഒക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പൊ ആൻസർ പറയണ്ടേ? തെറ്റിയാലും കുഴപ്പമില്ല, ഞാൻ തെറ്റിയതിൽ എന്തിനും പറഞ്ഞോ. ആ ഇയാള് പറഞ്ഞ തെറ്റാണ് കേട്ടോ എന്ന് ഞാൻ പറയുന്നുണ്ടോ? അങ്ങനെ ഇല്ലല്ലോ. സോ നിങ്ങൾക്ക് തോന്നുന്ന ആൻസർ നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ. അതിനു വേണ്ടിയാണ് ഈ ഓരോ എക്സസൈസ് ഒക്കെ ചെയ്യിക്കുന്നത്. ഇവിടെ വെബ്സൈറ്റ് എറേഴ്സ് വന്നതില് ഞാൻ എന്നെ തന്നെ ബ്ലെയിം ചെയ്തു എന്നാ പറയുന്നത്. ഞാൻ എന്നെ തന്നെ എന്ന് പറയുമ്പോ മൈസെൽഫ് ആണ്. ഐ ബ്ലെയിം മൈസെൽഫ് ഫോർ എനി എറേഴ്സ് ഓൺ ദിസ് വെബ്സൈറ്റ്. മൈസെൽഫ് ആണ്. ഓക്കെ, then my uncle invited my brother and dash to dinner. Me. Yeah. എന്റെ അങ്കിള് എന്റെ ബ്രദറിനെയും എന്നെയും ക്ഷണിച്ചു. എന്നെ ഓ മിയ. Okay, my brother and me. Okay, then the machine will turn off by Itself. ഓക്കെ, അതൊരു തിങ് ആണ് അല്ലെ, ഒരു വസ്തുവാണ്. സോ നമ്മൾക്ക് അവിടെ ഇറ്റ് ആണ് യൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സെൽഫ് ആണ് കേട്ടോ. My uncle, the machine will turn off by itself. Then Shobha hurt herself is എന്താണ്? Shobha hurt herself is ഏത് pronoun ആണ്? Emphatic, reflexive, അല്ലെങ്കിൽ രണ്ടും, ഏതാണ്? റിഫ്ലെക്സീവ്. എല്ലാവരും ആൻസർ പറയൂ. എല്ലാവരും ഓരോരുത്തരും പറയും. എംപതറ്റിക് അല്ലേ? സെൽഫ് അല്ലേ? herself എന്ന് പറയുന്ന കീവേഡ് എവിടെയാണ് വന്നേക്കുന്നത്? വെർബിന് ശേഷം. അപ്പൊ ഏത് പ്രൊണൗൺ ആണ്? റിഫ്ലെക്സീവ്. റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, റിഫ്ലെക്സീവ്. Paul loves dash in Canada. Somewhere. എവിടെയോ ആണ്, കാനഡയിൽ എവിടെയോ ആണ് അല്ലെ? somewhere. Then dash came here yesterday. Who?
എന്നാലും ഇവിടെ വന്നത് ആരാണ്? Who came here yesterday? Dash is my favorite TPR. This. This. This or that. നമുക്ക് അവിടെ യൂസ് ചെയ്യാം കേട്ടോ. രണ്ട് ഓപ്ഷൻ വന്നിട്ടുണ്ട്, പക്ഷെ എക്സാം ഇങ്ങനെ വരില്ല കേട്ടോ. Then you can take dash of these two shirts. Either. Either. Either ആണ് കേട്ടോ. Tom is wearing a belt. Dash belt is brown. His. Yes. The doctor from dash because the prescription is a non-physician. Whom. പറയൂ. Whom. എല്ലാവരും പറയൂ. ഒരാള് മാത്രമേ പറയൂ. Whose. Whose. Who. Whom ആണ് കേട്ടോ. Yeah, whom ആണ്. Okay, whom. Then everybody knows dash favor he enjoys. Whose. 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 Whose ആണ്. Whose. Yeah, whose. We always like boys that speak the truth. Who. Who. Yeah, okay. Who speak the truth? Is the man that you can trust. Who can? Who. Only can first. Yeah. Whom ആണ് കേട്ടോ. Whom. The puppy dash I rescued was a cat one. Who. Which. 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 Which ആണ്. Which. Okay. The bench dash legs are broken must be repaired. അത് വേണ്ട കേട്ടോ. ക്വസ്റ്റ്യൻ വേണ്ടേ. Then dash are you walking for now? Dash are you walking for now? What? Yeah, what? It is the place dash I live. Where I live. Where. Yeah, where? Here is a book that contains pictures. Which. Which. Yeah, which contains picture. Okay. We saw the dog dash following the cat. That. 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 അപ്പോ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാം. അത്രയ്ക്കേ ഉള്ളൂ. പ്രൊണൗൺ അത്രയ്ക്കേ ഉള്ളൂ. നൗൺ ആൻഡ് പ്രൊണൗൺ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? Okay. ഓക്കെ ആണ്. Exercise 2 നോക്കിയേ. Exercise 2. Dash is your opinion about learning Arabic. What. What is your opinion? What is your opinion? Yeah. Dash of your brothers gave you this book. Which. Which ആണ്. ഏത് ബ്രദർ ആണ് അല്ലെ? Which of your brothers gave you this book? Next, dash is responsible for this mistake. Who is responsible? Yeah, who is responsible for this mistake? Dash did you finally elect secretary? Whom. ഏതാണ് വരാ? വയ്യോ. വയ്യൊന്നുമില്ല കേട്ടോ. Dash did you finally secretary? Who did you? ആരെയാണ് അല്ലേ? Whom. Who ആണ്? Yeah, ആരെ. Whom? Next, dash is this bag. What is this? Whose.
Who is this bag? Who is this bag? Who's this guy? Whose is this bag? ഇതില് ഏതാണ് ഈ ബാഗ് എന്ന് ചോദിക്കാലോ. Which is this bag? ഹൂസ് ഒരിക്കലും ഹൂസ് വരില്ല, ഹൂസ് ഈസ് വരില്ല, അപ്പോൾ ഈസ് ഉണ്ടാവില്ല കേട്ടോ. ഇങ്ങനെയാണെങ്കിൽ ഹൂസ് ആഡ് ചെയ്യായിരുന്നു, ഈസിന്റെ ആവശ്യമില്ല. ഹൂസ് ദിസ് ബാഗ് എന്ന് ചോദിക്കാം, അല്ലാണ്ട് ഹൂസ് ഈസ് ദിസ് ബാഗ് എന്ന് ചോദിക്കില്ല. Then who is this bag എന്ന് ചോദിക്കില്ല. Oh, which is this bag അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. Dash did you see with the bird? What? Whom did you? Whom ആണ്. Whom did you see with the bird? നീ ആരെയാണ് കണ്ടത്? Dash dictionary is yours. Whose? Whose dictionary is here? Whose dictionary? Which dictionary? Which dictionary is yours? ഏത് ഡിക്ഷണറി ആണ് നിന്റെ? Okay. Then dash is her academic qualification. What is What? What's her academic qualification? Dash helped you. who helped you? Who helped you? It helped me. Dash bag did you see? Which bag did you see? Which bag? ഏതാണ് മോഷ്ടിച്ചത് അല്ലെങ്കിൽ ആരുടെയെന്ന് ചോദിക്കാം. ആരുടെ ബാഗാണെന്ന് ചോദിക്കാം, ഏത് ബാഗാണെന്ന് ചോദിക്കാം. അപ്പൊ വിച്ചോ ഹൂസ് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. വിച്ച് ബാഗ് ഡിഡ് യു സീ അല്ലെങ്കിൽ ഹൂസ് ബാഗ് ഡിഡ് യു സീ എന്ന് ചോദിക്കാം. ഓക്കെ. Okay. സോ ഇതാണ് കേട്ടോ ചാപ്റ്റർ നൗൺ ആൻഡ് പ്രോനൗൺ. 2 ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ ആണോ? മനസ്സിലായോ? മനസ്സിലാവുന്നുണ്ടായിരുന്നോ? ക്ലിയർ ആണോ? നാളെ മോക്ക് ടെസ്റ്റ് ചെയ്യട്ടെ. ചുമ്മാ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ, മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കൂ. 22 ബേസ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. നാളെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഞങ്ങളുടെ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ആണ്, ഇംഗ്ലീഷ് ക്ലാസ്സിലെ ഫസ്റ്റ് മോക്ക് ടെസ്റ്റ് ആണ്. അറ്റൻഡ് ചെയ്ത് നോക്കും, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും എങ്ങനെയൊക്കെയാണ് ക്ലാസ്, എങ്ങനെയൊക്കെയാണ് പോവുക, മോക്ക് ടെസ്റ്റ് എങ്ങനെയൊക്കെയാണ് എന്ന് നമുക്ക് ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഓക്കെ. ദെൻ ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചത് എന്ന് റീവൈൻഡ് ചെയ്യുന്നുണ്ടോ? പറയട്ടെ, ഞാൻ പറയാം, അതിനുശേഷം നിങ്ങൾ പറയേണ്ടി വരും. കാരണം അത് ഞാനല്ല പഠിക്കേണ്ടത്, നിങ്ങളാ പഠിക്കേണ്ടത്. ഓക്കെ. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് നൗൺ ആണ് അല്ലെ. നൗൺ എന്ന് പറയുന്നത് എന്താണ്? നെയിം ആണെന്ന് പറഞ്ഞു. നൗൺ ഇസ് എ നെയിം. സോ നൗൺ ആർ classified into 4 kinds, 4 or 6 kinds. These are proper noun, common noun, abstract noun, collective noun, countable noun, and uncountable noun. So 6 types of nouns are there. So the first one, proper noun. Proper noun is a name of particular name ആണെന്ന് പറയാം. ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യില്ല കേട്ടോ, ഞാൻ അറിയാവുന്ന കാര്യമാണ്. ജസ്റ്റ് ഒന്ന് റീവൈൻഡ് ചെയ്ത് പോകുന്നു എന്ന് മാത്രം. ഓക്കെ. കോമൺ നൗൺ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന നെയിം ആണ്. ആബ്സ്ട്രാക്ട് നൗൺ 5 സെൻസ് കൊണ്ട് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സ് ആണ് ആബ്സ്ട്രാക്ട് നൗൺസ്. Then collective noun. Collective noun means group of persons or group of things or animals നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് collective noun എന്ന് പറയുന്നത്. Then next countable and uncountable noun. Countable noun is okay. Then countable and uncountable noun. Countable noun is can count. അറിയാലോ, കൗണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം കൗണ്ടബിൾ noun ആണ്. കൗണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ കൗണ്ടബിൾ noun ആണ്.
നമുക്ക് അൺകൗണ്ടബിൾ നൗണിനെ കുറച്ച് വേർഡ്സ് അല്ല എക്സ്പ്രഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കൗണ്ടബിൾ നൗണിലേക്ക് മാറും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡേവേഴ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദെൻ പ്ലൂറൽ നൗൺസ് ആണ്, എങ്ങനെയാണ് സിംഗുലർ നൗണിനെ പ്ലൂറലൈസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ നോട്ട്സ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ക്ലിയർ ചെയ്തിട്ടുണ്ട്. ദെൻ പിന്നെന്താ ഉള്ളത്, ജെൻറ്റീവ്സ് ആണ് അല്ലെ. ജെൻഡേഴ്സ് ആണ്, ജെൻഡേഴ്സ് പറഞ്ഞു, മസ്കുലൈൻ, ഫെമിനൈൻ, ന്യൂട്രൽ, കോമൺ ജെൻഡേഴ്സ്. ദെൻ അതിനെ പ്ലൂറലൈസ് ചെയ്യുന്നത് അല്ലെ, അതർ ജെൻഡേഴ്സ് അല്ലെ, കോമൺ ഓപ്പോസിറ്റ്സ് അതർ, അതേഴ്സ് ആണ്, ലയൺ, ലയണസ്. ഇപ്പൊ ജെൻഡേഴ്സിന് അത് ഫോർമേഷൻസ് പഠിച്ചിട്ടുണ്ട്, അത് ഡിസ്കസ് ചെയ്തു. ദെൻ ഡിറ്റർമിനേഴ്സ് എന്തൊക്കെയാണ്, അത് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ മാത്രമേ ഉള്ളൂ, അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ജെൻറ്റീവ്, ജെൻറ്റീവും നമ്മൾ അപ്പോസ്ട്രോഫി എസ് യൂസ് ചെയ്യുന്ന ഓഫ് യൂസ് ചെയ്യുന്ന ജെൻറ്റീവ്സ് പഠിച്ചാണ്. ഓണർഷിപ്പ് ആണ് കാണിക്കുന്നത്. ഇപ്പോ മൈ ഫ്രണ്ട്സ് ഹൗസ് അങ്ങനെയും പറയാം, അപ്പോസ്ട്രോഫി എസ് വെച്ചിട്ട് പറയാം, അല്ലെങ്കിൽ ദാറ്റ് ഹോം ഈസ് മൈ ഓഫ് വെച്ചിട്ട് നമുക്ക് പറയാം. ഓക്കെ, സോ ഇവിടെ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഈ നൗൺസ് ആണ് കേട്ടോ. പ്രോപ്പർ, കോമൺ, ആബ്സ്ട്രാക്ട്, ആ നൗൺസ് ആണ് എക്സാമ്പിൾ ചോദിക്കുക കേട്ടോ. ഈ ജെൻറ്റീവ്സും അങ്ങനെ ചോദിക്കാറില്ല. പിന്നെ ചോദിക്കുന്ന പ്ലൂറലൈസ് ചെയ്യുന്നത് ചോദിക്കാറുണ്ട്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ്, ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക കേട്ടോ, എല്ലാം മനസ്സിലാക്കി വെക്കുക. പഠിക്കേണ്ടത് കളക്റ്റീവ് നൗൺസ് പഠിക്കണം. പിന്നെ പ്ലൂറൽ എങ്ങനെയാണ് ഒരു വേർഡ് പ്ലൂറലൈസ് ചെയ്യാം, പ്ലൂറൽ നൗൺസ് കൂടെ പഠിച്ചു വെക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. അതിന് ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട്. ദെൻ പ്രോണൗൺ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ റിവൈൻഡ് ചെയ്തതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഉള്ളത്. റിവൈൻഡ് ചെയ്തപ്പോ ഏകദേശം എന്തെങ്കിലും ഓർമ്മ വന്നു നിങ്ങൾക്ക്? ക്ലിയർ ആണോ? വീട്ടിൽ പറഞ്ഞു പോയി ഞാൻ, ഓൾറെഡി നമ്മൾ ക്ലാസ് എടുത്തത് കൊണ്ടാണ് പെട്ടെന്ന് റിവൈൻഡ് ചെയ്തത്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ക്ലിയർ ആണ്, നിങ്ങൾ റെസ്പോണ്ട് ചെയ്യും. എന്താണ് പറയാനുള്ളത് പറയും. ക്ലിയർ ആവുന്നുണ്ടോ? എന്നൊന്നും മിണ്ടാത്തി മനസ്സിലാവുന്നില്ലേ? ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻസ് പ്ലൂറലും നൗണും മാത്രമല്ലേ ഉള്ളൂ. യാ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നാളെ മോക്ക് ടെസ്റ്റ് ഒന്ന് അറ്റൻഡ് ചെയ്യും. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ചാൽ അത് ക്ലാസ്സിൽ വന്ന് പറയും. മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയാം എന്താണ് ഫീൽ ചെയ്തത്, അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, ആ ചാപ്റ്ററിന്റെ ബേസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ നിങ്ങൾക്ക് ചോദിക്കാം, നമുക്കത് ക്ലിയർ ചെയ്യാം. എന്തുണ്ടെങ്കിലും ചോദിക്കാം കേട്ടോ, ചോദിക്കാതിരിക്കരുത്. കാരണം ഡൗട്ട്സ് എല്ലാം ചാൻസ് ഉണ്ട്, എല്ലാവർക്കും ഡൗട്ട്സ് വരും. പക്ഷെ അത് ചോദിച്ചത് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ടെൻഷൻ ആണ്, എങ്ങനെയാണ് മോക്ക് ടെസ്റ്റ്, എങ്ങനെയാണ് നമുക്ക് ടെൻഷൻ ഉണ്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് മോക്ക് ടെസ്റ്റ് എങ്ങനെയാ വരാം, ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടുമല്ലോ. അതിനുശേഷം നമ്മൾ ക്ലാസ്സിൽ വന്നിട്ട് പറയാം എന്നോട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ മാം. ഈ മോക്ക് ടെസ്റ്റിലുള്ള പോലത്തെ ക്വസ്റ്റ്യൻ തന്നെയല്ലേ നമുക്ക് എക്സാമിന് വരുന്നത്? എക്സാമിന് വരാം. എക്സാമിനെ കുറിച്ച് പേടിക്കണ്ട കേട്ടോ. ഇല്ലില്ല, അത് നമുക്ക് എക്സാം ഒക്കെ ആകുമ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെയാണ് വരാം എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു തരും. അതനുസരിച്ച് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇപ്പൊ ഏകദേശം ഞാൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. കാരണം ടെക്സ്റ്റിൽ പറയുന്ന ക്വസ്റ്റ്യൻസ്, ടെക്സ്റ്റ് പറയുന്നത് ഒന്നായിരിക്കില്ല ചിലപ്പോൾ ചോദിക്കാം കേട്ടോ. ടെക്സ്റ്റില് നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ടെക്സ്റ്റിലുണ്ട്, പക്ഷെ ക്വസ്റ്റ്യൻസ് വരുന്നത് പുറത്തുനിന്നായിരിക്കാം. അത് നമ്മുടെ കോമൺ സെൻസ് യൂസ് ചെയ്തിട്ട് ആൻസർ ചെയ്യണം. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ആ ടൈമിൽ ആൻസർ ചെയ്യാൻ പറ്റൂ. മനസ്സിലായോ? ടെക്സ്റ്റ് തന്ന ക്വസ്റ്റ്യൻസ് അങ്ങനെ തന്നെ എക്സാമിന് വരണമെന്ന് നിർബന്ധമില്ല. അപ്പൊ മനസ്സിലാക്കി പഠിക്കാം, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, ആർക്കെങ്കിലും ഇത് റിവൈൻഡ് ചെയ്യണമെന്നോ പ്രസന്റ് ചെയ്യണമെന്നോ ഉണ്ടോ, തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല അല്ലെ? ഇത് അങ്ങനെയൊന്നുമില്ല. മിസ്സായി ജസ്റ്റ് ക്ലാസ് കേട്ട് പോവാന്ന് മാത്രമേ ഉള്ളൂ അല്ലെ? പക്ഷെ എനിക്ക് കേട്ടിരിക്കരുത്, മണ്ടത്തിലാണ്. ഞാൻ എന്റെ സ്റ്റുഡൻസ് ആയതുകൊണ്ടും നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ അത്രയും ആഗ്രഹമുള്ളത് കൊണ്ട് ഞാൻ പറയുന്നതാണ്. ഒരിക്കലും ഇംഗ്ലീഷ് ക്ലാസ് കേട്ടിരുന്നാൽ മാത്രം പോരാ, സംസാരിക്കണം. പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം, പ്രസന്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങളുടെ ഉള്ളിൽ അത് അത്രയും ബ്രെയിനിൽ രജിസ്റ്റർ ആവും. ഒരിക്കലും മറക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ മനസ്സിലേ പറ്റും. അതുകൊണ്ടാണ് നോട്ട് ഞാൻ പറയുന്നത് പ്രസന്റ് ചെയ്യുമെന്ന്. ഓക്കെ, നാളെ ഞാൻ പറയുന്നത് മനസ്സിലാകും. ഓക്കെ, എന്റെ എക്സ്പീരിയൻസ് കൊണ്ട് ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളാണ് കേട്ടോ. എല്ലാവരും എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. ഇത് മാക്സിമം നിങ്ങൾ മനസ്സിലാക്കാൻ നോക്കാം.
അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ പ്രസന്റ് ചെയ്യാൻ പറയുമ്പോൾ പ്രസന്റ് ചെയ്യാം. എല്ലാവരും പ്രസന്റ് ചെയ്യാം. ഒരു പ്രാവശ്യം പ്രസന്റ് ചെയ്താണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പിന്നീടും പ്രസന്റ് ചെയ്യാൻ നോക്കാം. അത് നിങ്ങൾക്ക് തന്നെയാണ് ഇതിന്റെ ബെനിഫിറ്റ്സ് വരാം. ഓക്കെ, റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഇന്നല്ലെങ്കിൽ നാളെ. ഓക്കെ, എല്ലാവരും ടീച്ചേഴ്സ് അല്ല, നിങ്ങൾ എല്ലാവരും ടീച്ചർ ആകാൻ വേണ്ടി പഠിക്കുന്നവരാണ്, അത്രയും ആഗ്രഹിച്ച് കോഴ്സിന് ജോയിൻ ചെയ്തവരാണ്. ഓക്കെ, സോ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട്, മാറേണ്ടതുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, എല്ലാ ക്ലാസ്സിലും ഞങ്ങൾ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ സൈൻ ഔട്ട് പറയാം. നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ, സൈൻ ഔട്ട് പറയൂ. സബീന ആണ് സൈൻ ഔട്ട് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു, അത് കാരണം അതിന്റെ കണ്ടിന്യൂഷൻ ആയിരുന്നു വന്നേക്കുന്നത്. അപ്പൊ ഇന്ന് പഠിപ്പിച്ചതിനെ കുറിച്ച് പറഞ്ഞാൽ മതിയല്ലോ അല്ലേ മിസ്സേ? ഇന്ന് നമ്മൾ പഠിച്ച പ്രോനൗൺസിന്റെ ലാസ്റ്റ് ഭാഗം റിലേറ്റീവ് പ്രോനൗൺസ് ആണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അതിനകത്ത് പ്രധാനമായിട്ടും ഹൂ, ഹൂം, ഹൂസ് എന്ന് ഈ 3 വേർഡ്സ് വന്നാൽ ഒരു ഹ്യൂമൻ ബീങ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഈ 3 വേർഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. ചില സമയത്ത് ഇതിനകത്ത് വിച്ച് ഓർ ദാറ്റ് വരും, അത് ആനിമൽസ് ഓർ തിങ്സിനെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. പിന്നെ കുറേ എക്സാമ്പിൾസ് ചെയ്തു. പിന്നെ കൂടുതലായിട്ട് പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലെ റിപ്പീറ്റേഷൻ തന്നെ വീണ്ടും വന്നത് നൗൺസിനെ കുറിച്ചും എത്ര ടൈപ്സ് നൗൺസ് ഉണ്ടെന്നും പിന്നെ പ്രോനൗൺസിന്റെ ഡിഫറെന്റ് ടൈപ്സും ഒക്കെയാണെന്ന് പറഞ്ഞത്. പിന്നെ മോക്ക് ടെസ്റ്റിനെ കുറിച്ച് നാളെ മോക്ക് ടെസ്റ്റ് ഉണ്ട്, അപ്പൊ അതെല്ലാവരും അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞു. ഇത്രയും ഇന്നത്തെ ക്ലാസ്സിൽ നിന്നും കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് ടൈം മിസ്, ഞാൻ സത്യം പറഞ്ഞാല് ഒരു 2ാമത്തെ ക്ലാസ് ഇത് അറ്റൻഡ് ചെയ്യുന്നത്. എനിക്ക് ഇതുവരെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടേ ഇല്ല. ഈ ക്ലാസ് ഇപ്പൊ 2 മാസം ആയി തുടങ്ങിയിട്ട് ഒരു 5 ക്ലാസ് കൂടുതൽ എനിക്ക് ഇതുവരെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഓരോ ഹോസ്പിറ്റൽ പ്രശ്നവും ബാക്കിയുള്ളതായിട്ട് ഇന്നാ ഞാൻ ഫുൾ ടൈം ആയിട്ട് ആദ്യമായിട്ടായിരിക്കുന്നത്. ഇനിയിപ്പോ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ നന്നായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് ഒരു രക്ഷയും ഇല്ല. ഓരോ കാര്യങ്ങളാണ്. ഓക്കെ. So let's wind up today's class. Okay, thank you all. See you on the next class. Bye. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.